ഏവർക്കും നമസ്കാരം. ആയുരാരോഗ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീജന്യ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി ഡോക്ടർ NS അയ്യർ അവர்களാണ്. നീണ്ട വർഷങ്ങളുടെ സേവനം കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിലുള്ള വ്യക്തിയാണ് ഡോക്ടർ NS അയ്യർ. ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം പാത്ത്ഫൈൻഡർ, യുണിസെഫ് ഇന്ത്യ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യത്തെ സംബന്ധിച്ച് കൺസൾട്ടൻ്റായിട്ട് ജോലി അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ NS അയ്യർ. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ NS അയ്യറിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ആർത്തവ വിരാമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം വളരെ അടിസ്ഥാനപരമായിട്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ആർത്തവ വിരാമം എന്താണ് സർ? ആർത്തവ വിരാമത്തെക്കുറിച്ചൊന്ന് പറയാമോ? സ്ത്രീജന്യ രോഗങ്ങൾ, സ്ത്രീകൾക്ക് അവർക്ക് വരുന്ന അവരുടേതായ പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളും അവരുടേതായ പ്രശ്നങ്ങളും നമുക്ക് കുറേ യൂട്യൂബുകളിൽ കൂടി കുറേ പേരുമായിട്ട് സംവദിച്ചിട്ട് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കാം. ധാരാളം സംശയങ്ങളുണ്ടാവും സ്ത്രീകൾക്ക്. പ്രത്യേകിച്ച് ഈ ആർത്തവ വിരാമത്തെപ്പറ്റി ധാരാളം സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ 10-30 വർഷത്തോളം ഞാൻ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടറാണ്. ധാരാളം പേർക്ക് ഇതിനെപ്പറ്റി ശരിയായ ഒരു അവബോധമില്ല. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇവരൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ മനുഷ്യൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. മനീഷിൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലേ? അപ്പോൾ അതിന് ആർത്തവ വിരാമത്തിൻ്റെ ഡെഫിനിഷനായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതിൻ്റെ നിർവചനം, ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു നിർവചനമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ മെനോപാസ്, ആർത്തവ വിരാമം എന്നത് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം അവസാനിക്കുന്ന ഒരു സ്വാഭാവിക ജൈവിക പ്രക്രിയയാണ്. ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കടമുടാന്ന് വാർത്തകളൊക്കെ വരുന്നത്. സ്വാഭാവിക ജൈവിക പ്രക്രിയ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് പറയാം, ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. ആർത്തവ ചക്രം അവസാനിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവ ചക്രം അവസാനിക്കുന്ന ഒരു സ്വാഭാവിക ജൈവിക പ്രക്രിയയാണ് ഈ മെനോപാസ് എന്ന് പറയുന്നത്. തുടർച്ചയായി 12 മാസം വരെ ആർത്തവ ചക്രം ഇല്ലാതിരുന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെടാം. മെനോപാസ് എത്തി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കപ്പെടാം. സാധാരണയായി ഇത് 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഗർഭധാരണം എന്നൊരു കഴിവ്, ഒരു സ്ത്രീകൾക്കുള്ള ഒരു കഴിവുണ്ടല്ലോ, ഗർഭധാരണമെന്ന കഴിവ്, അതിൻ്റെ അന്തിമഘട്ടമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആർത്തവ മെനോപാസ് സൂചിപ്പിക്കുന്നത്. ഗർഭധാരണം അതാണല്ലോ സ്ത്രീകളുടെ പ്രത്യേക കഴിവ്. അതിൻ്റെ അന്തിമഘട്ടമായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് മെനോപാസ് നമുക്ക് നൽകുന്നത്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോജൻ എന്ന ഹാർമോണുകളുടെ ഉൽപ്പാദനം കുറയുന്നുണ്ട്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന 2 ഹാർമോണുകളാണ് ഓവറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹാർമോണുകളാണ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 2 ഹാർമോണുകളും പതുക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങുമ്പോഴാണ് മെനോപാസ് തുടങ്ങുന്നത്. ഇത് ഏകദേശം മനസ്സിലായി. മെനോപാസിൻ്റെ നിർവചനം എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ളത്, സാധാരണഗതിയിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആർത്തവ വിരാമം സാധാരണയായിട്ട് ഏതു പ്രായത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ആർത്തവ വിരാമം സാധാരണയായി ഏത് പ്രായത്തിൽ സംഭവിക്കുന്നു? ന്യായമായ ചോദ്യം. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ 35 തൊട്ട് 55 വയസ്സിനിടയ്ക്കാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക ജീവിതത്തിലുള്ളവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും സ്വതവേ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ എന്നുള്ളത്. ഔദ്യോഗിക ജീവിതത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവും, പദവികൾ കൂടും, ഉത്തരവാദിത്വം കൂടും, ജോലിയിലെ ഉത്തരവാദിത്വം കൂടും, അതിലെ പിരിമുറുക്കങ്ങൾ അത് വേറെ. പിന്നെ വീട്ടമ്മമാരല്ല, ഔദ്യോഗിക ജീവിതത്തിൽപ്പെട്ട സ്ത്രീകളായാലും വീട്ടമ്മമാരായാലും
കുട്ടികളുടെ പഠിപ്പ്, എൻട്രൻസ് എക്സാമിനേഷൻസ്, അവരുടെ ബുദ്ധിമുട്ടുകളും, പിന്നെ വിവാഹം, പെൺകുട്ടികളുടെ വിവാഹം, ഇതെല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ 45 തൊട്ട് 55 വയസ്സിനിടയ്ക്കാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ നടക്കുന്ന കുടുംബപരമായ കാര്യങ്ങളൊക്കെ, അതിലൊക്കെ ബന്ധപ്പെട്ട്, പിന്നെ ഔദ്യോഗിക ജീവിതത്തിലും ബന്ധപ്പെട്ടിട്ടുള്ള പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഈ ആർത്തവവിരാമം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയും കൂടെ കടന്നു വരുന്നത്. അത് 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയാണ് സാധാരണഗതിയിൽ ആർത്തവവിരാമം സംഭവിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സാധാരണഗതിയിൽ സ്ത്രീ ശരീരത്തിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് ആർത്തവവിരാമത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷവും സംഭവിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആർത്തവവിരാമം സ്ത്രീ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്? ആർത്തവവിരാമം സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു ചോദ്യം. ആർത്തവവിരാമം എന്നത് സ്ത്രീയുടെ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഹോർമോണിൻ്റെ മാറ്റഘട്ടമാണ്. അതായത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരുന്ന സമയമാണ്. ഏറ്റക്കുറച്ചിലുകളല്ല, കുറഞ്ഞു പോവുകയാണ്. ഹോർമോൺ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു പോകുന്ന സമയമാണ് ഈ ആർത്തവവിരാമം വരാൻ കാരണം. ഇതിൻ്റെ ഫലമായി ശരീരത്തിലും ഈ ഹോർമോണിൻ്റെ കുറവ് കാരണം ശരീരത്തിലും മനസ്സിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഞാനിപ്പോൾ പറയാം. അതായത് ധാരാളമുണ്ട്. കാരണം ആർത്തവവിരാമത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കണക്കും കഴിയുമില്ല. എന്തു വേണമെങ്കിലും പറയാം. കാരണം സ്ത്രീകൾ ഒരു ആർത്തവവിരാമത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിച്ച സ്ത്രീകൾക്ക് മാത്രമേ, അവർക്ക് പോലും അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ളതാണ് ആർത്തവവിരാമത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ചില സ്ത്രീകൾക്ക് ഒന്നുമില്ലാതെ അത് വന്നു പോയതുപോലെ അറിയാതെ അങ്ങ് പോകും. അതുകൊണ്ട് പല സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. പല മാറ്റങ്ങളും, ഹാർമോണിൻ്റെ മാറ്റങ്ങൾ കാരണം ചിലർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അത് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹാർമോൺ കുറഞ്ഞു വരും. ഇതാണ് ഭൂരിപക്ഷം മാറ്റങ്ങൾക്ക് കാരണം. സ്ത്രൈണത്വം നൽകുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഒരു സ്ത്രീകൾക്ക് സ്ത്രൈണത്വം നൽകുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അതിൻ്റെ കുറവാണ് കൂടുതലായിട്ട് സംഭവിക്കുക. അത് കുറഞ്ഞു വരും. ഇത് കാരണം മനോവൈകല്യങ്ങൾ നടക്കും, ചിന്താശക്തിയിൽ മാറ്റങ്ങളുണ്ടാകും, മാനസികമായി ക്ഷീണമുണ്ടാവും, വിഷാദ രോഗമുണ്ടാവും, പിന്നെ ആത്മവിശ്വാസത്തിലൊരു കുറവുണ്ടാവും, പിന്നെ എളുപ്പത്തിൽ അങ്ങ് ദേഷ്യപ്പെട്ട് കളയും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ആൾ, പിന്നെ ഭയങ്കരമായ ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടായിരിക്കും. അതായത് ഏത് ചെറിയ കാര്യത്തിലും പേടി, ആങ്സൈറ്റി ഉണ്ടാവും. ആരെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ കാർ ഇടിക്കുമോ, വണ്ടി ഇടിക്കുമോ, കുട്ടികളൊക്കെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ കുട്ടികളെ പറ്റിയുള്ള വിചാരം, ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഉത്കണ്ഠ ഈ സമയത്തുണ്ടാവും. പിന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും, വിഷാദം ഉണ്ടാവും, ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. പിന്നെ കൂടുതലായിട്ട് കാണുന്നത് ഹോട്ട് ഫ്ലഷസാണ്. ഇതൊക്കെ മാനസികമായിട്ടുണ്ടെങ്കിൽ മറ്റേത് ഹോട്ട് ഫ്ലഷസാണ് ഫിസിക്കലായിട്ട് കണ്ടുവരുന്നത്. ഇത് വന്നിട്ട് പെട്ടെന്ന് ശരീരം ചൂടാകുന്നത് പോലൊരു തോന്നലുണ്ടാവും. പെട്ടെന്ന് ശരീരം ചൂടാവുന്ന ഒരു തോന്നലുണ്ടാവും. മുഖം ചുവപ്പാവും, വേർക്കും, നല്ലവണ്ണം വേർക്കും, രാത്രി വേർക്കും. പെട്ടെന്ന് ശരീരം ചൂടാവുന്ന പോലെ തോന്നും, രാത്രി ശരീരം വേർക്കും. പിന്നെ ശരീരത്തിൽ പല ഭാഗത്ത് ചുവന്ന് വരും. പിന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതുകൊണ്ട് നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കം ഈ സമയത്ത്, ആർത്തവവിരാമ സമയത്ത് സ്ത്രീകൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഹൃദയരോഗത്തിലെ മാറ്റം, ഹൃദയാരോഗ്യത്തിലെ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണഗതിയിൽ നമ്മൾ പുരുഷന്മാർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. പണ്ടൊക്കെ 40 വയസ്സ് 50 വയസ്സ് കഴിയണം. ഇപ്പോൾ 30 വയസ്സായാലും പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് കേൾക്കാം. പക്ഷേ സ്ത്രീകൾക്ക് ഈ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് അങ്ങിങ്ങായിട്ട് കേൾക്കാമെങ്കിലും പൊതുവേ ഹൃദയസ്തംഭനം ഉണ്ടായി ഒരു സ്ത്രീ മരിച്ചുവെന്ന് നമ്മൾ സാധാരണഗതിയിൽ അധികം കേൾക്കാറില്ല. ഇതിൻ്റെ കാരണം ഈസ്ട്രജൻ എന്ന് പറയുന്ന സ്ത്രൈണത്വം കൊടുക്കുന്ന, ഒരു സ്ത്രീക്ക് സ്ത്രൈണത്വം കൊടുക്കുന്ന ഹോർമോണായ ഈസ്ട്രജൻ,
ഇതാണ് ഹൃദയരോഗത്തിൽ നിന്നും സ്ത്രീയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാണ്ടിരിക്കാനുള്ള മുഖ്യ കാരണം ഈ ഈസ്ട്രജൻ ഹോർമോണാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഈ കൊളസ്ട്രോളിൻ്റെ നിയന്ത്രണം, ബ്ലഡ് പ്രഷറിൻ്റെ നിയന്ത്രണം, ഇതൊക്കെ ഈസ്ട്രജൻ നിർവഹിക്കും. പക്ഷേ ഈസ്ട്രജൻ്റെ കുറവ് കാരണം എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ വരാം, കൊളസ്ട്രോൾ കൂടാം, ഹൃദയാഘാതത്തിൻ്റെ സാധ്യത അത് കാരണം കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഈസ്ട്രജൻ കുറയുന്നത് കാരണം അസ്ഥികൾക്കകം പൊള്ളയാവാനുള്ള സാധ്യതയുണ്ട്. ഓസ്റ്റിയോപോറോസിസ് എന്നാണ് സാധാരണ ഇതിന് പറയുന്നത്. അസ്ഥികളുടെ അകം പൊള്ളയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കാരണം അസ്ഥികൾക്ക് പൊട്ടലുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കാൽഷ്യം നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്നും കാൽഷ്യം കൂടുതൽ നഷ്ടപ്പെടും. ഈസ്ട്രജൻ കാൽഷ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈസ്ട്രജൻ്റെ കുറവ് കാരണം ശരീരത്തിൽ നിന്നും കാൽഷ്യം കൂടുതൽ നഷ്ടപ്പെടുകയും എല്ലിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. പിന്നെ ജനനേന്ദ്രിയങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം? അവിടെയാണ് കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ജനനേന്ദ്രിയങ്ങൾ യോനിയിൽ ഉണങ്ങലുണ്ടാവും. യോനി ഭാഗത്ത് ആ മൃദുത്വം പോകും. യോനിയിലുള്ള ഈർപ്പം വലിയാൻ തുടങ്ങും, ഈർപ്പം കുറയാൻ തുടങ്ങും. യോനി ഭാഗത്തുള്ള മൃദുത്വം കുറയും, മാർദ്ദവം കുറയും. പിന്നെ യോനിയുടെ ഭിത്തികൾക്ക് കനം കുറഞ്ഞു പോകും. യോനികളുടെ ഭിത്തികൾക്ക് കനം കുറഞ്ഞു പോയി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. യോനിയുടെ ഭിത്തികൾക്ക് കനം കുറഞ്ഞു പോയി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. യോനി ഭാഗം അങ്ങനെ ആ മൃദുത്വം കുറഞ്ഞ് അത് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം സംയോഗ സമയത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ ഈ സമയത്ത് ലൈംഗിക ആസക്തിയും കുറവായിരിക്കും. പിന്നെ സംഭവ സമയത്തുള്ള വേദന വളരെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ യോനിയിലെ വഴുവഴുപ്പ് കുറയും. യോനി ഉണങ്ങാൻ തുടങ്ങും. പിന്നെ ശരീരഭാരത്തിൽ ചിലർക്ക് വർധനയുണ്ടാവും. അടിവയറ്റിൽ കൊഴുപ്പ് നിറഞ്ഞിട്ട് അടിവയറ് വീർക്കാൻ തുടങ്ങും. ചില സ്ത്രീകൾക്ക് അടിവയറ് വീർത്ത് വരാൻ തുടങ്ങും. അടിവയറിൽ കൊഴുപ്പ് അടിയാൻ തുടങ്ങും. പിന്നെ ചർമ്മം വരണ്ടു പോകും. പൊതുവെ സ്ത്രീകളുടെ ചർമ്മം വളരെ മൃദുവായിട്ടാണ്, മാർദ്ദവമുള്ളതാണല്ലോ സ്ത്രീകളുടെ ചർമ്മം. മാർദ്ദവമാണ്, വളരെ ഒരു ഈർപ്പം ഉള്ളതുപോലെ തോന്നിക്കുന്നതാണല്ലോ സ്ത്രീകളുടെ ചർമ്മം. അത് വരണ്ടു പോകാൻ തുടങ്ങും. പിന്നീട് മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ തലച്ചുറ്റൽ വരാം, ക്ഷീണം സംഭവിക്കാം. പിന്നെ എപ്പോഴും ഒരു രോഗമുള്ള ഒരവസ്ഥ, അനാരോഗ്യം അവസ്ഥ, നമുക്കൊരു അസുഖമാണ്. എപ്പോൾ നോക്കിയാൽ എങ്ങനെയാണ് എന്തോ പോകുന്നു. ഒരു ശരീരത്തിൽ ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ എപ്പോൾ നോക്കിയാലും ഈ സമയത്ത് ആർത്തവവിരാമ സമയത്തുണ്ടാകും. ഒരു ഉന്മേഷക്കുറവ് ഈ സമയത്തുണ്ടാവും. പൊതുവെ ആർത്തവവിരാമം സ്ത്രീയുടെ ഹാർമോൺ സമവായത്തെ ഏറെ ബാധിക്കുന്ന ഘട്ടമാണ്. ഇതിലൂടെ ശരീരത്തിലെ എല്ലാ ഘടകങ്ങളും, ഏത് ഘടകങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാവാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. ചോദ്യമാണ്, ആർത്തവ വിരാമത്തിന് മുൻപുള്ള ഒരു ഘട്ടം, ആ ഘട്ടം അതിലെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതിൻ്റെ മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയാമോ ഡോക്ടർ? ആർത്തവവിരാമത്തിന് വരാൻ പോകുന്നു എന്നുള്ളതിന് അറിയുന്ന ഒരു ഘട്ടമുണ്ട്. ആർത്തവവിരാമം എത്തിക്കഴിഞ്ഞു, ഇനി ആർത്തവവിരാമമാണ്. അപ്പോൾ അതിൻ്റെയാണ് ആർത്തവവിരാമത്തിന് മുമ്പുള്ള ഘട്ടം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. പ്രീ മെനോപോസൽ സിൻഡ്രോം ഇതാണ് ഇതിന് പറയുന്നത്. ഇതിൽ വരുന്ന പല വിധത്തിലുള്ള വിഷമങ്ങൾക്ക് നമ്മൾ പൊതുവെ ഒരു സിൻഡ്രോം എന്ന് പറയും. പല വിഷമങ്ങൾ ചേർന്ന ഒരു അസുഖത്തിന് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ പ്രീ മെനോപോസൽ സിൻഡ്രോം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പ്രത്യേകം പെരിമെനോപാസിൻ്റെ ഘട്ടത്തിൽ, പ്രീ മെനോപാസൽ സിൻഡ്രോം അതായത് വരാൻ പോകുന്നതിൻ്റെ ഘട്ടത്തിൽ, മെനോപാസ് വരാൻ പോകുന്നതിൻ്റെ ഘട്ടത്തിൽ ചില സ്ത്രീകൾ അനുഭവിക്കുന്ന ഹാർമോൺ ബന്ധമായ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങളെയാണ് പ്രീ മെനോപാസൽ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത ഈ സമയത്തുണ്ടാകുന്നത്? മാസാമാസം വരുന്ന ആർത്തവ ചക്രത്തിന് മുറ തെറ്റാൻ തുടങ്ങും. അതിലൊരു നിയന്ത്രണം ഉണ്ടാവില്ല. ഇന്ന സമയത്ത് ആർത്തവം വരും നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റത്തില്ല. ആർത്തവ ചക്രം അനിയന്ത്രിതമാകാൻ തുടങ്ങും. പിന്നെ ഹോട്ട് ഫ്ലഷസ്, നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും. രാത്രി കൂടുതൽ വിയർപ്പുണ്ടാവും. മുഖം, നെഞ്ച്, കഴുത്ത് ഈ ഭാഗങ്ങളൊക്കെ
ചുവക്കാൻ തുടങ്ങും, ചുവന്ന് കാണും ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴല്ല ചുവന്ന് കാണുന്ന വെച്ചാൽ എപ്പോഴും ചുവന്നിരിക്കുന്നില്ല. ഒരുമാതിരി ഹോട്ട് ഫ്ലഷസ് വന്നുമ്പോൾ ആ ഭാഗത്തൊക്കെ ഹോട്ട് ഫ്ലഷസ് വരുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്ത് ചൂട് തോന്നുകയും ആ ഭാഗത്ത് ചുവക്കുകയും അത് കഴിഞ്ഞ ശേഷം ആ ഭാഗത്ത് കൂടുതലായിട്ട് വേർപ്പുണ്ടാവുകയും ചെയ്യും. ഉറക്കക്കുറവ് കാണാൻ തുടങ്ങിയത് ആർത്തവ വിരാമത്തിൻ്റെ എന്തൊക്കെ ലക്ഷണങ്ങളോ അതൊക്കെ, അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് അതൊക്കെ ആർത്തവം വരാൻ തുടങ്ങും. ഈസ്ട്രജൻ്റെ കുറയാൻ തുടങ്ങുകയാണ്, ഈസ്ട്രജൻ ആവശ്യത്തിന് ഇല്ലാതെ കുറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആർത്തവ വിരാമം വന്ന ശേഷം വരുന്ന അസുഖങ്ങളുടെയൊക്കെ കുറേ ലക്ഷണങ്ങളൊക്കെ ആർത്തവ വിരാമത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും. ഇതാണ് ആർത്തവ വിരാമത്തിന് മുമ്പുള്ള ലക്ഷണങ്ങൾ. പെരിമെനോപോസൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഊർജ്ജക്കുറവുണ്ടാവും, ക്ഷീണമുണ്ടാവും, തലവേദന, പിന്നെ ഹാർമോൺ മാറ്റങ്ങളുണ്ടാകുന്ന മാനസിക അസ്വസ്ഥങ്ങളും വളരെ കൂടുതലായിരിക്കും. ഇത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ നില മാറുന്നതിൻ്റെ ഘട്ടമായി അനുഭവപ്പെടുന്ന ഒരു ഇടക്കാല ലക്ഷണ സമാഹാരമാണ്. ഇത് കഴിഞ്ഞാൽ ഈസ്ട്രജൻ കുറയാൻ തുടങ്ങുകയും ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വളരെ കുറയുകയും ആർത്തവ വിരാമം വരാൻ സാധ്യത തുടങ്ങുകയും ചെയ്യും. അത് ആർത്തവ വിരാമം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഹാർമോൺ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഹാർമോൺ കുറഞ്ഞു വരുമ്പോൾ ഹാർമോൺ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന പല പ്രവൃത്തികളും കുറയാൻ തുടങ്ങുകയും നമ്മുടെ ശരീരത്തിൽ ആ ലക്ഷണങ്ങളൊക്കെ നമുക്ക് മാനസികമായി ഒരു വിഷമഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. ഹാർമോൺ മാറ്റങ്ങൾ മെനോപാസിൻ്റെ പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ ഈ മാറ്റത്തിനിടയിൽ അനുഭവപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങളും അതുവഴിയുള്ള അസ്വസ്ഥതകൾക്കും ഉത്തരവാദിത്വം ഈ ഹാർമോണിൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഈ മെനോപാസ് എന്നുള്ളത്. അത് പ്രത്യേക അസുഖമായിട്ട് നമ്മൾ എടുക്കരുത്. അതിന് നമ്മൾ അപ്പോൾ ഈ പെരിമെനോപാസൽ സിൻഡ്രോം എന്ന് പറയാൻ തന്നെ നമുക്ക് മെനോപാസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് പെരിമെനോപാസ് സമയത്ത് കിട്ടും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് മനസ്സിലാക്കി അതുമായിട്ട് ഒത്തുചേർന്ന് പോവുകയാണെങ്കിൽ ഒരു വിധത്തിൽ ഈ ആർത്തവ വിരാമം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധിക്കും. ഇത് കാരണം എല്ലാ സ്ത്രീകൾക്കും ആർത്തവ വിരാമ സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ചില സ്ത്രീകൾക്ക് ആർത്തവ വിരാമം വന്നത് തന്നെ അറിയാണ്ടങ്ങ് പൊക്കളയും. അത് അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കാൻ തുടങ്ങും. അത് പിന്നെ ആർത്തവ വിരാമത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങൾ ചില സ്ത്രീകൾക്ക് കാണത്തില്ല. പക്ഷേ ചില സ്ത്രീകൾക്കോ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണം വളരെ മൂർച്ചയേറിയതാവും. വിഷാദം, മാനസിക വിഷാദിച്ചാൽ വളരെ കൂടുതൽ, മാനസിക പിരിമുറുക്കം പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ചിലർക്ക് വളരെ കൂടുതലും ചിലർക്ക് വളരെ കമ്മിയും ചിലർക്ക് ഇതിൻ്റെ ഒന്നും തന്നെ ഇല്ലാതിരിക്കലും വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അതുമായിട്ട് നമ്മൾ ലയിച്ചു പോവുകയാണെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നും ഇതിൻ്റെ വിഷമഘട്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് വന്ന ഒരു ചോദ്യം, ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ ആർത്തവ വിരാമത്തിലെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ആർത്തവ വിരാമത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നു എന്നുള്ളതാണ്. ആർത്തവ വിരാമത്തിന് ഈ ഹോർമോണിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്ത്രൈണത്വത്തിനെ നിലനിർത്തുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നുള്ള 2 ഹോർമോണുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു സ്ത്രീ മെനോപോസിൻ്റെ അടുത്തെത്തുമ്പോൾ, ആർത്തവ വിരാമത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഓവറികളാണ് ഈ 2 ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും പ്രൊഡക്ഷൻ ഓവറി കുറയ്ക്കാൻ തുടങ്ങും. പതുക്കെ കുറഞ്ഞു വരും. അത് പിന്നീട് വല്ലാതെ കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഓവറിയും പ്രൊജസ്ട്രോണുമാണ് ഒരു ആർത്തവ ചക്രത്തിനെ നിയന്ത്രിക്കുന്നതും ഗർഭധാരണ ശേഷി നിലനിർത്തുകയും ചെയ്യുന്നത്. ഈ ഹോർമോണുകളുടെ കുറവാണ് ആർത്തവ ചക്രത്തിനെ ആർത്തവ ചക്രത്തിനെ ക്രമരഹിതമാക്കുകയും പിന്നീട് പൂർണ്ണമായി അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. ഈ ക്രമരഹിതമായ ആർത്തവം, അതായത് ഹോർമോണിൻ്റെ നിലയിൽ വ്യത്യാസം. എന്തുകൊണ്ടാണ് ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകുന്നത്? ഹോർമോണിൻ്റെ നിലയിൽ വ്യത്യാസം വന്നതുകൊണ്ട് ഓവുലേഷൻ നിയന്ത്രിക്കപ്പെടാതാവുന്നു. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് മാസത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. എല്ലാ സ്ത്രീകൾക്കും ഓവുലേഷൻ്റെ ഒരു ലക്ഷണങ്ങൾ അവർക്ക് തന്നെത്താൻ അറിയാം. അടിവയറ്റ് പെട്ടെന്നൊരു വേദന വരും, യോനി ഭാഗങ്ങൾ വഴുവഴുപ്പ് കൂടും, ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടും. എല്ലാവർക്കും മാസത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഇതാണ് ഇത് ഓവുലേഷൻ.
ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതചക്രത്തിൽ 400 പ്രാവശ്യം ഓവുലേഷൻ നടക്കുന്നതാണ് പറയപ്പെടുന്നത്. 425 വർഷം ഓവുലേഷൻ നടക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ നിയന്ത്രിക്കാനാകാതെ പോകും. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മറ്റുള്ള ഹാർമോണും കുറഞ്ഞു വരുമ്പോൾ ഈ ഓവുലേഷൻ നിയന്ത്രിക്കാനാകാതെ പോവുകയും ചില മാസങ്ങളിൽ രക്തസ്രാവം ഇല്ലാതാവുകയും ചില മാസങ്ങളിൽ വളരെ കൂടുതലാവുകയും ചെയ്യുന്നു. ചില മാസങ്ങളിൽ ഇല്ലാതാവും, ചില മാസങ്ങൾ കൂടുതലാവും. അതിനുശേഷം അത് പതുക്കെ പതുക്കെ നിൽക്കാൻ തുടങ്ങും. പിന്നെ ഈ ഹോട്ട് ഫ്ലഷസ്, ചൂടുപിടുത്തം, ശരീരത്തിൽ ചൂടുപിടുത്തവും രാത്രി വേർപ്പും, അതായത് കുറഞ്ഞ ഈസ്ട്രജൻ കുറയുമ്പോൾ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന തലയിലെ ഹൈപ്പോതലാമസിനെ ബാധിക്കുന്നു. ശരീരത്തിന് ചൂട് കുറഞ്ഞു പോകുന്നു. ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന തലയിലെ ഹൈപ്പോതലാമസിനെ ബാധിക്കുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു ശരീരത്തിൽ ചൂട് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. മുഖം ചുവക്കുന്നു. രാത്രിയിലാവട്ടെ കനമായി വേർക്കുകയും ചെയ്യുന്നു. ഈ അപ്രതീക്ഷിതമായ ചൂട് അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ തുടങ്ങുന്നു ഈ ഹോർമോണിൻ്റെ കുറവ് കാരണം. മാനസിക മാറ്റവും ഉറക്കമില്ലായ്മയും. ഈ ഹോർമോൺ മാറ്റങ്ങൾ ഉറക്കത്തെ നല്ലവണ്ണം ബാധിക്കുകയും തലച്ചോറിൽ ധാരാളം കോടിക്കണക്കിന് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. അപ്പോൾ ഇതിനെയും അത് ബാധിക്കുകയും അത് കാരണം മനസ്സിൽ മൂഡ് ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും ചിന്താശേഷി, ഓർമ്മശക്തി കുറയുകയും, മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചിന്താശക്തി കുറയുകയും ഉത്കണ്ഠ ഉണ്ടാവുകയും വിഷാദരോഗം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഉത്കണ്ഠ ഉണ്ടാവും, വിഷാദരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിന്താശേഷി കുറയാൻ സാധ്യതയുണ്ട്, മാനസികമായി അസ്വസ്ഥതയും ഉണ്ടാവും. പിന്നീട് ഈ നമ്മുടെ യോനി ഭാഗവും മൂത്രഭാഗവും, അതിൽ യോനിയിലുള്ള വഴുവഴുപ്പ് വല്ലാണ്ട് കുറയാൻ തുടങ്ങും. യോനിയിലുള്ള ഈർപ്പം വല്ലാണ്ട് കുറയാൻ തുടങ്ങും. അത് കാരണം ആ ഭാഗമൊക്കെ ഉണങ്ങി വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഇഷ്ടമില്ലായ്മയും ലൈംഗിക ബന്ധത്തിൽ അസ്വസ്ഥതയും, ലൈംഗിക ബന്ധം കൂടുമ്പോൾ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ആ ഭാവമൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട്, അതിൻ്റെ ചുവരിലെ പാലുകളൊക്കെ അതിൻ്റെ മൃദുത്വം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിന് പുറത്ത് ഈ വജൈനയുടെ തൊട്ട് മുകളിലാണല്ലോ ഈ മൂത്രാശയമുള്ളത്. ഈ വജൈന ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂത്ര തടസ്സമുണ്ടാവാം, മൂത്രം കൂടുതലായിട്ട് പോകാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നാം, അല്ലെങ്കിൽ മൂത്രത്തിൽ അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈക്കോളൈ ഇൻഫെക്ഷൻ പടരാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പനിയും മൂത്രച്ചൂടും അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ അസ്ഥികൾക്ക് എന്താ സംഭവിക്കുന്നത്? ഈസ്ട്രജനാണ് അസ്ഥികളുടെ കട്ടി, അസ്ഥിക്കകത്തുള്ള മജ്ജയുടെ ആരോഗ്യം നിലനിർത്തുന്നത് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഇത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഈസ്ട്രജൻ കുറയുമ്പോൾ ആ മജ്ജയുടെ കട്ടി കുറയുകയും എല്ല് പൊള്ളയാവുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലിനകം പൊള്ളയാവും. അതിന് ഓസ്റ്റിയോപോറോസിസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഇത് കാരണം എല്ല് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൊലിയിലും മുടിയിലുമൊക്കെ തൊലി വരണ്ടതാകാൻ തുടങ്ങും. അതായത് സ്ത്രീകളുടെ കൈ എപ്പോഴും ഒരു മൃദുത്വം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് ശരീരത്തിൽ ഒരു മൃദുത്വം ഉണ്ടാവും. അത് ഇല്ലാതാവുകയും വരണ്ട് വരാൻ തുടങ്ങുകയും ചുളിവുകൾ ഉണ്ടാവുകയും, സ്ത്രീകൾക്ക് ഇതൊക്കെ ഇല്ലല്ലോ, അതായത് ചുളിവുകൾ ഉണ്ടാവത്തില്ല, തൊലിപ്പുറമൊക്കെ മൃദുവായിട്ടിരിക്കും. പക്ഷേ ഈ മെനോപോസ് എത്തിക്കഴിഞ്ഞാൽ ഈ ചുളിവുകൾ ഉണ്ടാവുകയും ചർമ്മത്തിലുള്ള മൃദുത്വം ഇല്ലാതാവുകയും ചെയ്യും. പിന്നെ ഭാരവർദ്ധനയും മെറ്റബോളിക് മാറ്റങ്ങൾ, അതായത് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിന് ഊർജം ഉപയോഗിക്കുന്ന രീതിയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിനെ മന്ദഗതിയിലാക്കും. അത് കാരണം വയറുഭാഗത്ത് ശരീരം വണ്ണം വയ്ക്കും, അടിവയറ് വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൊജസ്ട്രോൺ ഉള്ള ഹോർമോൺ, ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ കുറവ് മെനോപോസിൻ്റെ ആരംഭത്തിൻ്റെയും അതിൻ്റെ ലക്ഷണത്തെയും നിയന്ത്രിക്കുന്നു. മെനോപോസിൻ്റെ ആരംഭത്തെയും അതിൻ്റെ ലക്ഷണങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ ഹോർമോൺ മാറ്റങ്ങൾ ശരീരത്തിലെ പല സംവിധാനങ്ങളെയും ബാധിക്കുന്നു. ഇന്നതൊന്നും പറയാൻ പറ്റത്തില്ല. ശരീരത്തിൻ്റെ പല സംവിധാനങ്ങളെയും ബാധിക്കുന്നു.
അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. ഇതൊക്കെ വായിച്ച് പല പുസ്തകങ്ങളും വായിച്ചിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് സ്ത്രീകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാരണം ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ അനുയോജ്യമായ കൈകാര്യം ചെയ്യുന്നതിലൂടെ മെനോപോസിന് ശേഷമുള്ള ജീവിതം ആരോഗ്യപരമാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ വളരെ എപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് ഈ ഹോട്ട് ഫ്ലഷസിനെ കുറിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഡോക്ടർ, ഈ ഹോട്ട് ഫ്ലഷസ് എന്നത് എന്താണ്? അതിൻ്റെ ഒരു കാരണം, ആ കാരണത്തെക്കുറിച്ച് കൂടെ ഒന്ന് വിശദീകരിക്കാമെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഹാർട്ട് ഫ്ലഷ് എന്നത് എന്താണ് എന്നുള്ളതിൽ നമ്മൾ ഹോർമോണുകളുടെ വ്യതിയാനം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതിലൊന്നായിരുന്നു ഹാർട്ട് ഫ്ലഷ്. ഹാർട്ട് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് ചൂട് തോന്നുക, പെട്ടെന്ന് ശരീരം ആകപ്പാട് ചൂടാവുന്നത് പോലെ തോന്നുക. ചെറു സമയം കൊണ്ട് ഒരു അത്യന്തമായ ചൂടുള്ള അനുഭവമാണ് ഹാർട്ട് ഫ്ലഷ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ചൂട് ശരീരത്തിൽ അനുഭവിക്കും. ഇത് സാധാരണയായി മുഖത്ത്, കഴുത്ത്, നെഞ്ച് ഇവിടങ്ങളായിരിക്കും. മുഖം, കഴുത്ത്, നെഞ്ച് എന്നിവിടങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത്. ശരീരത്തിൽ പെട്ടെന്നൊരു ചൂട് തോന്നും, ഹാർട്ട് ഫ്ലഷ് എന്ന് പറയും. ഇത് സാധാരണയായി മുഖത്ത്, കഴുത്ത്, നെഞ്ച് ഇവയിലൊക്കെ കാണും. ഇതോടൊപ്പം തന്നെ വിയർപ്പുണ്ടാവും, ചർമ്മം ചുവക്കുകയും ചെയ്യും. ഇതോടൊപ്പം വിയർപ്പും ഉണ്ടാവും, ചർമ്മം ചുവക്കുകയും ചെയ്യും. ചിലപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കാം. ചിലപ്പോൾ ഇത് മെനോപോസ് ആർത്തവവിരാമം വരുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ്. സാധാരണ ലക്ഷണങ്ങളിൽ ഒന്നാണിത് ഹാർട്ട് ഫ്ലഷ്. ശരിയായ ഒരു ലക്ഷണം കൂടിയാണ്. അതായത് ശരീരം പെട്ടെന്നൊരു ചൂട് തോന്നും, മുഖം, കഴുത്ത്, നെഞ്ച് ഇവിടെയൊക്കെ ചൂട് അനുഭവപ്പെടുക, വിയർപ്പ്, ചർമ്മം ചുവപ്പാകും, വിയർപ്പുണ്ടാവും, ചർമ്മം ചുവപ്പാകും, ചിലപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. ഇത് മെനോപോസ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ലക്ഷണം കൂടിയാണ്. വന്നു കഴിഞ്ഞാലും ഉണ്ടാവും, വരുന്നതിന് തൊട്ട് മുമ്പും ഉണ്ടാവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ ഹാർട്ട് ഫ്ലഷ് ഉണ്ടാകുന്നത്? ഈ മെനോപോസിലെ ട്രാൻസിഷൻ സമയത്ത്, ആർത്തവ വിരാമ സമയത്ത്, ട്രാൻസിഷൻ സമയത്ത് ഹോർമോണിലെ മാറ്റങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഹോർമോണിൻ്റെ മാറ്റങ്ങളെ പറ്റിയൊക്കെ, പ്രത്യേകിച്ച് ഈസ്ട്രജൻ കുറയും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈസ്ട്രജൻ എന്ന ഹോർമോൺ വല്ലാണ്ട് കുറയാൻ തുടങ്ങും. ഹാർട്ട് ഫ്ലഷിൻ്റെ പ്രധാന കാരണം ഈസ്ട്രജൻ്റെ കുറവാണ്. ഈ ഹോർമോൺ ഈസ്ട്രജൻ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസിനെ ബാധിക്കുന്നു. ഈ ഹോർമോൺ വന്നിട്ട് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസിനെ ബാധിക്കുന്നു. അതായത് ശരീരത്തിൻ്റെ താപനില നിലനിർത്തുന്ന ഹൈപ്പോതലാമസിനെ ഈസ്ട്രജൻ ബാധിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ ശരീരം ആണുങ്ങളുടെ ശരീരം കുറച്ച് ചൂട് പോലെ തോന്നിച്ചാലും എപ്പോഴും സ്ത്രീകളുടെ ശരീരം ചർമ്മം മൃദുവായും ശരീരം തണുത്തും, ഏകദേശം ചെറിയ തണുപ്പും സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകും. അതിൻ്റെ കാരണം ഈസ്ട്രജൻ എന്ന് പറയുന്ന, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൊണ്ടാണ്. ഈ ശരീരം ഒരുമാതിരി സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രൈണത്വം എന്ന് പറയുന്നത് നിലനിർത്തുവാനായിട്ട് ജോലി മൃദുവായിരിക്കലും സോഫ്റ്റായിരിക്കലും, എന്നിട്ട് ശരീരം ചെറിയ തോതിലുള്ള തണുപ്പ് ശരീരത്തിൽ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ട് തൊടുമ്പോഴൊക്കെ ശരീരം തണുത്തിരിക്കുന്നത് കാണാം. പക്ഷേ അതേ സമയത്ത് ഈസ്ട്രജൻ കുറയാൻ തുടങ്ങുമ്പോൾ ഇത് ഹൈപ്പോതലാമസിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ ഹൈപ്പോതലാമസാണ് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നത്. ഹൈപ്പോതലാമസാണ് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുറവ്, ഹൈപ്പോതലാമസ് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നത് തലച്ചോറിനകത്തുള്ള ഗ്രന്ഥിയായ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് പെട്ടെന്ന് ഈസ്ട്രജൻ കുറയുമ്പോൾ അതിന് തോന്നും ശരീരത്തിൽ ചൂട് കൂടുതലാണെന്ന്. അതിന് തോന്നലാണ്, ഹൈപ്പോതലാമസിന് തോന്നലാണ്. ഈസ്ട്രജൻ സാധാരണഗതിയിൽ ഇരിക്കുമ്പോൾ അതിനത് അറിയില്ല. പക്ഷേ ഈസ്ട്രജൻ കുറയാൻ തുടങ്ങുമ്പോൾ ശരീരത്തിൽ എവിടെയോ ചൂടുണ്ട് എന്നുള്ള ഈസ്ട്രജന് ഒരു തോന്നലുണ്ടാകും. അല്ല, ഹൈപ്പോതലാമസിന് ഒരു തോന്നലാണ് ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിൽ എവിടെയോ ചൂടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? ഇപ്പം ഹൈപ്പോതലാമസിനെ പ്രതിരോധിക്കണമല്ലോ. അപ്പോൾ ശരീരത്തിൽ എവിടെയോ ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പോതലാമസിന് ഒരു തോന്നലാണ് ഈസ്ട്രജൻ്റെ കുറവ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ആ ശരീരത്തിൻ്റെ പ്രതിരോധമായി തണുപ്പിക്കാൻ ശ്രമിക്കും. എവിടെയോ ചൂടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് തോന്നിയിട്ട് അതെന്ത് ചെയ്യും? പെട്ടെന്ന് ശരീരത്തിനെ തണുപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? രക്തക്കുഴൽ വികസിക്കും. അപ്പോൾ തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രക്തക്കുഴൽ വികസിക്കുമ്പോൾ ഇത്
ചുവപ്പിനും. അപ്പോൾ ഈ രക്തക്കുഴൽ വികസിക്കുമ്പോഴാണ് ചൂട് തോന്നിക്കുന്നത്. അപ്പോൾ ഇത് ചുവപ്പിനും ശരീരത്തിൽ പെട്ടെന്ന് ചൂട് വരലിനും പെട്ടെന്നുള്ള ചൂട് വരാനും ഈ പെട്ടെന്നുള്ള രക്തക്കുഴലിൻ്റെ വികസനം ഒരു കാരണമാകുന്നു. അപ്പോൾ ഇത് കാരണം ഈ ചൂട് കുറയ്ക്കാനായിട്ട് ശരീരം വിയർക്കാനും തുടങ്ങുന്നു. ചൂട് കുറയ്ക്കാനുള്ള അടുത്ത മാർഗ്ഗമാണ് ശരീരത്തിനെ വിയർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതും ചൂട് കുറയ്ക്കാനായിട്ട് ശരീരം വിയർക്കാനും തുടങ്ങുന്നു. ചിലപ്പോൾ വിറയ്ക്കാനും തുടങ്ങും. തണുപ്പ് ചൂടല്ല, കുറേ കഴിഞ്ഞിട്ട് തണുപ്പ് വന്നിട്ട് ഷിവറിങ് എന്ന് പറയും. ഈ തണുപ്പ് തട്ടുമ്പോഴുള്ള ഷിവറിങ് ഉണ്ടല്ലോ, അതും ചിലപ്പോൾ അനുഭവപ്പെടാം. ശരീരം ചിലപ്പോൾ കൂടുതൽ തണുത്തു പോയതുപോലെ തോന്നാം. പെട്ടെന്ന് ചൂടുണ്ടാവാം, അത് കാരണം മുഖമൊക്കെ ചുവക്കാം, എന്നിട്ട് ശരീരത്തിൽ വിയർപ്പ് കൂടുതലുണ്ടാവും. ആ സമയം, അതായത് ശരീരത്തിന് ഹൈപ്പോതലാമസിൽ തോന്നുകയാണ് ഈ ഈസ്ട്രജൻ കാരണം ഈസ്ട്രജൻ്റെ കുറവ് കാരണം ശരീരത്തിന് എവിടെയോ ചൂട് കൂടിപ്പോയെന്ന്. അപ്പോൾ അതിൻ്റെ പ്രതിരോധമായി രക്തക്കുഴലിനെ വികസിപ്പിക്കുന്നു. അത് കാരണം ആ ഭാഗമൊക്കെ ചുവക്കാൻ തുടങ്ങുന്നു. ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് വിയർപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഈ ഹോട്ട് ഫ്ലഷ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഹോട്ട് ഫ്ലഷ് വരാനായിട്ട് കൂടുതൽ കാരണം? ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിലും ഹോട്ട് ഫ്ലഷ് വരാം. മാനസികമായിട്ട് സമ്മർദ്ദത്തിലാണെങ്കിൽ വരാം, ചൂടുള്ള കാലാവസ്ഥയിൽ വരാം, കഠിനമായ ഭക്ഷണം, പിന്നെ കാഫീൻ അടങ്ങിയ ഭക്ഷണം, മദ്യപാനം, ചിലർ പുകവലി, ഇതൊക്കെ ഈ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, വളരെ കൂടുതൽ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പുകവലിക്കുക, ഇതൊക്കെ കാരണം ചിലപ്പോൾ മാനസിക സമ്മർദ്ദം, പുകവലിക്കുക, മദ്യപാനം, ചൂടുള്ള കാലാവസ്ഥ, പിന്നെ ഇറക്കമായിട്ടുള്ള വളരെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊക്കെ ധരിച്ചാലും ഹോട്ട് ഫ്ലഷ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓരോ ഹോട്ട് ഫ്ലഷും അല്പനിമിഷങ്ങളിൽ നിന്ന് ഏതാനും മിനിറ്റ് വരെ കാണും. ഹോട്ട് ഫ്ലഷ് കുറച്ച് നേരം തൊട്ട് ഏതാനും മിനിറ്റ് വരെ കാണും. പക്ഷേ ഇത് ചില സ്ത്രീകൾക്ക് പല സമയങ്ങളിൽ അനുഭവപ്പെടും. ചില സ്ത്രീകൾക്ക് വളരെ വിരളമായിട്ട് ഇതിന് കൃത്യതയൊന്നുമില്ല. ഇന്ന സമയത്ത് വന്നോളണം, ഇന്ന സമയത്ത് വരാൻ പാടില്ല എന്നൊന്നുമില്ല. ഇതിന് കൃത്യതയൊന്നും ഇല്ല. ഈ ഒരു അധ്യായത്തിൽ ആർത്തവ വിരാമത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വാട്സാപ്പ് നമ്പറായിട്ടുള്ള 9947160009 എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആർത്തവ വിരാമത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീജന്യ ആരോഗ്യങ്ങളെക്കുറിച്ച് അസുഖങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയുള്ള ചോദ്യങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്.